എൻ്റെ ടെറസിലെ ചീര കൃഷിയാണിത്. ചെറിയ ബോട്ടിലൊക്കെയാണ് ഞാൻ ചീര വെച്ചിട്ടുള്ളത്. 1/2 ലിറ്ററിൻ്റെ ബോട്ടിലുണ്ട്, 1 ലിറ്റർ, അതുപോലെ 2 ലിറ്ററിൻ്റെ ഒക്കെ ബോട്ടിലുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ ഇതുപോലെ ചീരൻ്റെ തൈ പറിച്ച് നട്ടതാണ്. നിങ്ങൾക്ക് കാണാം, നല്ല അടിപൊളിയായിട്ട് നല്ല കരുത്തിലാണ് ചീരൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ചെറിയൊരു ബക്കറ്റുകൾ, മിഠായിൻ്റെ ബോട്ടിലുകൾ, പിന്നെ പഴയ ബക്കറ്റ്, ഇതിലെല്ലാം ഞാൻ ചീര വിത്ത് പാകി മുളപ്പിച്ച് അതിനുശേഷം ബക്കറ്റുകളിലേക്ക് പറിച്ച് നട്ടിട്ടുണ്ട്. പറിച്ച് നട്ടാൽ നമുക്ക് വളരെ പെട്ടെന്ന് വളർന്നു വരും. ആദ്യത്തെ 3 ദിവസം വെയിൽ തീരെ കൊള്ളിക്കരുത്, അതിനുശേഷം വെയിലത്തേക്ക് വയ്ക്കാം. നല്ല വെയിലുള്ള ഭാഗത്താണ് ഞാൻ എൻ്റെ ചീരകളെല്ലാം വെച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ ചീര വെയിൽ കൊള്ളുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് എൻ്റെ ചീരകൾ കാണാം, നല്ല കരുത്തിലും നല്ല വലിയ ഇലകളോടും കൂടിയാണ്. ബക്കറ്റിൽ വെച്ചിട്ടുള്ള ചെടികളൊക്കെ കാണാം, നല്ല കരുത്തിലും നല്ല വലിയ ഇലയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് കാണാം, തണ്ടൊക്കെ നല്ല വണ്ണത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ എല്ലാ ഇലകളിലും ശിഖരങ്ങൾ വന്നത് കാണാം. അപ്പോൾ നല്ല വലിയ ഇലകളായിട്ടും നല്ല കരുത്തിലുമാണ് ചീര ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഞാൻ കൊടുത്ത വളങ്ങൾ ഏതൊക്കെയാണെന്നെല്ലാം വിശദമായി വീഡിയോയിൽ പറയാം. ഈ ഒരു ചീര ഏകദേശം ഒരു 15 ദിവസം മാത്രം വളർച്ച ഉള്ളതാണ്. പക്ഷെ ബക്കറ്റിൽ വയ്ക്കുമ്പോൾ നല്ല കരുത്തിലും നല്ല വലിയ ഇലകളോട് കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാനിവിടെ പച്ച ചീരയും ചുവന്ന ചീര ഒരുമിച്ചാണ് നട്ടിട്ടുള്ളത്. ഇതിൻ്റെ പഴയ ഡിഷാൻറ്റിന കംപ്ലൈൻ്റ് ആയപ്പോൾ അതിൽ ഞാൻ ചീര വെച്ചാണ്. നിങ്ങൾക്ക് കാണാം, പാകി മുളപ്പിച്ചതല്ല, ഞാനിത് ഓരോ തൈകളായിട്ട് നട്ടു കൊടുത്തതാണ് സ്ഥലപരിമിതി മൂലം. അതിന് ശേഷമാണ് ഞാൻ ബോട്ടിലൊക്കെ ചീര നടാൻ തുടങ്ങിയത്. ഇതെല്ലാം പഴയ ബക്കറ്റുകളാണ്. നിങ്ങൾ കാണാം, 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ മുതൽ 2 ലിറ്ററിൻ്റെ ബോട്ടിൽ വരെ ഞാൻ ചീര നട്ടിട്ടുണ്ട്. ബോട്ടിൽ വയ്ക്കുമ്പോൾ എല്ലാ ബോട്ടിലെ ചീരയും നല്ല കരുത്തുണ്ടാവണമെന്നില്ല. എന്നാൽ ചില ബോട്ടിലെ ചീരകൾ നല്ല കരുത്തിലും നല്ല വലിയ ഇലകളും കൂടി ഉണ്ടാകുന്നുണ്ട്. ബക്കറ്റിൽ വയ്ക്കുന്നത് നല്ല കരുത്തിലുണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, ഞാനിവിടെ ഒരു 5 തവണയെങ്കിലും ഇപ്പോൾ ചീര തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് നേരെ അടുക്കളയിൽ കൊണ്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ല അടിപൊളി കളറാണ്. പിന്നെ ഇലപ്പുള്ളി രോഗങ്ങളോ മറ്റു അസുഖങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല. ഞാൻ ബക്കറ്റുകളിലും അതുപോലെ ബോട്ടിലും മാത്രമല്ല, പഴയ സിമൻറ്റ് ചാക്കുകൾ, അരിൻ്റെ ചാക്ക്, അതുപോലെ അരിപ്പൊടിൻ്റെ പാക്കറ്റുകൾ, പുട്ടുപൊടിൻ്റെ പാക്കറ്റ്, അതിലെല്ലാം ഞാൻ മണ്ണ് നിറച്ചതുപോലെ ചീര നട്ടു കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ വളരുന്നുണ്ട്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കാണാം, ഇത് പുതിയതായിട്ട് വെച്ചിട്ടുള്ള, ഇത് ഞാൻ പുതിയതായിട്ട് നട്ടു കൊടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ നല്ല കളറിലും നല്ല ആരോഗ്യത്തിലും ചീര വളർന്നു വരും. നമുക്കൊരു 25 ദിവസം വേണം ചീര നല്ല രീതിയിൽ വളർന്നു വരാൻ. നമ്മൾ നല്ല രീതിയിൽ വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചീര ഒരു 20 ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ കട്ട് ചെയ്ത് തോരൻ വയ്ക്കാൻ പറ്റും. അതിന് മുൻപ് തന്നെ വയ്ക്കാൻ പറ്റും. കാരണം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ടെറസ് പോയിട്ട് കട്ട് ചെയ്ത് ചീര തോരൻ വയ്ക്കാൻ എടുക്കാം. നമുക്ക് വലിയ വലുപ്പം ആവുമെന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ടപ്പോൾ കട്ട് ചെയ്യാം. പിന്നെ ഒരു 3 ഇല നിർത്തിയിട്ട് വേണം കട്ട് ചെയ്യാൻ, എന്നാൽ പുതിയ ശിഖരങ്ങൾ ഉണ്ടായിക്കോളും. അപ്പോൾ ചീര പറിച്ചല്ല ഞാൻ എടുക്കുന്നത്, കട്ട് ചെയ്താണ് എടുക്കുന്നത്. ഇത്രയും ഏരിയയിൽ ബോട്ടിൽ, അതുപോലെ ഡിഷാൻ്റെ മുകളിൽ, പിന്നെ ബക്കറ്റുകളിൽ, ഇതിലെല്ലാം വെച്ചിട്ടാണ് ഞാൻ ചീര നട്ടിൽ. ഇത്രയും ചീര ഒരു 100-ലധികം ചീര തൈകൾ ഉണ്ടായിരിക്കും. കാണാം, ഇത്രയും ഏരിയയിൽ ചീര നട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ പറമ്പിൽ നിന്ന് മണ്ണ് കൊത്തിവാരി എടുക്കുക. അതിനുശേഷം അതിലെ കച്ചറകളൊക്കെ ഒഴിവാക്കുക. ഞാനിതിൽ കുമ്മായം കൊടുക്കുന്നുണ്ട്. കുമ്മായം ഞാൻ പൊടിയായിട്ട് വിതറി കൊടുക്കുകയല്ല ചെയ്യുന്നത്, ഞാൻ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിത് സ്ലറി ഉപയോഗിക്കാനും അതുപോലെ ചാണകം കലക്കി ഒഴിക്കാനും ഉപയോഗിക്കുന്ന കപ്പാണ്. അപ്പോൾ കളർ നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ കുമ്മായം ഇതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. കൈ തൊട്ടാതിരിക്കുകയാണ് നല്ലത്. എന്തെങ്കിലും കമ്പ് എന്തെങ്കിലും ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാനൊരു 5 ദിവസം കഴിഞ്ഞാൽ ഞാനതിൽ വളങ്ങളൊക്കെ ചേർത്താണ് പിന്നെ ചീരൊക്കെ നടുന്നത്. അപ്പോൾ വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ നമുക്കൊരു 5 ദിവസം കഴിഞ്ഞാൽ അതിൽ വളങ്ങൾ ഇട്ടിട്ട് നമുക്ക് ചീര നട്ട് തുടങ്ങാം. കുമ്മായം നിങ്ങൾ പൊടിയായിട്ട് വിതറി കൊടുക്കുകയാണെങ്കിൽ ഒരു 15 ദിവസം കഴിഞ്ഞ ശേഷം മാത്രം അതിലേക്ക് വളം നൽകിയിട്ട് നിങ്ങൾക്ക് ചീര നട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വെക്കുക. അപ്പോൾ പാത്രത്തിലേക്ക് ഞാനൊരു 5 ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ പാത്രത്തിലേക്ക് നിറയ്ക്കുന്നുള്ളൂ, വളം എല്ലാം മിക്സ് ചെയ്തിട്ട്. ഇപ്പോൾ ഞാൻ അതേപോലെ ഒരു കവറിട്ട് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 5 ദിവസത്തിന് ശേഷം ഞാൻ വളങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന വളങ്ങൾ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കരിയില, പിന്നെ കടലപ്പിണ്ണാക്കും കൊടുക്കുന്നുണ്ട്. കടലപ്പിണ്ണാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേപ്പ് പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കരിയില ഞാൻ ഇതിലിടുന്നുണ്ട്. ഇത് സീമക്കൊന്നൻ്റെ കരിയിലാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മണ്ണ് ഒരുക്കുന്നത്. നിങ്ങളെ കയ്യിലുള്ള ഏത് വളം വേണമെങ്കിൽ കൊടുക്കാം. കോഴിവളം, ആടുവളം, അതുപോലെ ചാണകമോ എന്ത് വേണമെങ്കിലും ഇതിൽ മിക്സ് ചെയ്യാം. ഞാനിതിൻ്റെ കണക്കൊന്നും പറയുന്നില്ല. ഞാനൊരു കൈക്കണക്കിന് ചാണകപ്പൊടി, അതുപോലെ എല്ലുപൊടി 2 പൊടി ഇടുന്നുള്ളൂ. അതുപോലെ വേപ്പ് പിണ്ണാക്ക് 2-3 പിടി ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള കോഴിവളമോ അതുപോലെ ആടിൻ്റെ വളമോ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്ന വളങ്ങളൊക്കെ ഇതിലിട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 2 പിടി കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടലപ്പിണ്ണാക്ക് മധുരമുള്ളതുകൊണ്ട് ഉറുമ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൽ വേപ്പ് പിണ്ണാക്കൊന്ന് കൂടുതൽ ഇട്ട് കൊടുക്കുക. പിന്നെ കോഴിവളം ഉണ്ടെങ്കിൽ കോഴിവളം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ പൊടിയാക്കി ഇട്ട് കൊടുക്കുക. മാക്സിമം കൈ കൊണ്ട് പൊടിക്കാൻ പറ്റുകയാണെങ്കിൽ പൊടിച്ചിട്ട് കൊടുക്കുക. ഞാനിവിടെ എല്ലാ വളങ്ങളും പൊടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കാണാം. ഇനി നമുക്കിതിൽ കുറച്ച് കരിയില ഇട്ട് കൊടുക്കണം. ഇത് സീമക്കൊന്നൻ്റെ കരിയിലയാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കരിയില ഇട്ട് കൊടുക്കുക. മാവിൻ്റെതോ പ്ലാവിൻ്റെതോ കരിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം നമുക്ക് പാത്രങ്ങളിൽ നിറയ്ക്കാം. പാത്രത്തിൽ നിറയ്ക്കുന്ന അന്ന് തന്നെ ഞാൻ ചെടി പറിച്ച് നടുമോ അല്ലെങ്കിൽ ഇതിൽ ഞാൻ വിത്ത് പാകം ചെയ്യുന്നില്ല. 2 ദിവസം വെയിറ്റ് ചെയ്ത ശേഷം മാത്രമാണ് പിന്നെ ഞാൻ ചെടികൾ നടാൻ തുടങ്ങുന്നത്. അപ്പോൾ പാത്രത്തിൽ ഇതുപോലെ അടിഭാഗത്ത് കുറച്ച് കരിയിലിടും. ഞാനിവിടെ 4 ബക്കറ്റുകളിലാണ് ഇപ്പോൾ മണ്ണ് നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അടിയിൽ കരിയിലിടാം. അതിനുശേഷം ഇതുപോലെ മണ്ണിട്ട് കൊടുക്കുക. വീണ്ടും ഒരിക്കൽ കൂടി കരിയില ഇടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും മണ്ണിട്ട് കൊടുക്കാം. കൂടുതൽ കരിയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് മണ്ണ് കുറച്ചിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം മുകളിൽ ഞാൻ ചാണകപ്പൊടി തൂവി കൊടുക്കുന്നുണ്ട്. അതുപോലെ വേപ്പ് പിണ്ണാക്കും പൊടിയാക്കി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ നന്നായിട്ട് നനച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നനച്ചിട്ട് 2 ദിവസം വയ്ക്കും. ഇന്ന് രാവിലെ ഇതുപോലെ നനച്ച് വയ്ക്കും. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ചെടികൾ നടാനോ അല്ലെങ്കിൽ വിത്ത് പാകാനോ തുടങ്ങുന്നത്. അപ്പോൾ ഞാനിതുപോലെ എല്ലാ ബക്കറ്റും നല്ല രീതിയിൽ നനച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബക്കറ്റിൻ്റെ അടിയിൽ ഹോളിടാൻ ആരും മറക്കരുത്, അത് പറയാൻ വിട്ടുപോയതാണ്. ചിലവില്ലാതെ വളങ്ങൾ എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഇതുപോലെ പഴയ ബക്കറ്റ് എടുക്കാം, അതിൻ്റെ അടിയിൽ ഹോളിടുക, എന്നിട്ട് അടുക്കളയുടെ ഭാഗത്ത് കൊണ്ടുവയ്ക്കാം. ഇത് ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കിയതാണ്. നല്ല അടിപൊളി വളമാണ്, ചീരയ്ക്കൊക്കെ പറ്റുന്ന വളമാണ്. അപ്പോൾ നമ്മളെ പഴയ ബക്കറ്റിൽ ഇതുപോലെ അന്നത്തെ പച്ചക്കറി വേസ്റ്റ് ഇതുപോലെ ഇട്ട് വയ്ക്കാം. ഇത് വീട്ടിലത്തെ പച്ചക്കറി വേസ്റ്റാണ്. ഇതുപോലെ ബക്കറ്റിൽ ഇട്ട് വയ്ക്കാം. അതിനുശേഷം കുറച്ച് മണ്ണ് എടുത്തിട്ട് അതിന് മുകളിൽ തൂവി കൊടുക്കാം. അതുപോലെ എല്ലാ ദിവസവും ഇതുപോലെ വീട്ടിലെ പച്ചക്കറിൻ്റെ വേസ്റ്റ് ഇതുപോലെ ഇടുക. പിന്നെ 1, 2 അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ ഇതുപോലെ മണ്ണ് തൂവി കൊടുക്കുക. മണ്ണിങ്ങനെ തൂവി കൊടുത്താൽ പ്രാണികൾ വരുന്നത് ഒഴിവായി കിട്ടും. പിന്നെ സ്മെല്ലിൻ്റെ പ്രശ്നങ്ങളൊന്നും വരില്ല. നമുക്ക് ഇതുപോലെ ഇട്ട് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ 1-2 മാസം കഴിഞ്ഞാൽ നമുക്ക് നല്ല കമ്പോസ്റ്റ് കിട്ടും. അപ്പോൾ ചീരയ്ക്കൊക്കെ പറ്റുന്ന നല്ലൊരു വളമാണ്, ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ ചീരൻ്റെ അടിയിൽ ഇതുപോലെ ചെറിയ കളകൾ അതുപോലെ പുല്ലൊക്കെ വളർന്നിട്ടുണ്ടാവും. അത് കാണുന്ന സമയം തന്നെ പറിച്ച് ഒഴിവാക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇലപ്പുള്ളി രോഗം അതുപോലെ പലതരത്തിലുള്ള കീടുകൾ വന്ന് നമ്മളെ ചീരനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാണുന്ന സമയത്തൊക്കെ ഇതുപോലെ പുല്ലൊക്കെ പറിച്ച് ഒഴിവാക്കുക. പിന്നെ നമുക്ക് ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കമ്പോസ്റ്റാണ് കരിയില കമ്പോസ്റ്റ്. അപ്പോൾ വീട്ടിലുള്ള
കരിയിലൊക്കെ എടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് മണ്ണെടുക്കുക. പിന്നെ ചാണകവെള്ളം അല്ലെങ്കിൽ സ്ലേറി, അതായത് ചാണകം, കഞ്ഞിവെള്ളം, ചീമക്കൊന്നൻ്റെ ഇല ഇതെല്ലാം ചേർത്ത് സ്ലേറി ഉണ്ടാക്കാം. അതും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ചാക്കിൻ്റെ അടിയിൽ കുറച്ച് കരിയിലിടാം. അതിനുശേഷം കുറച്ച് മണ്ണ് തൂവി കൊടുക്കാം. അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ പച്ച ഇലകൾ അല്ലെങ്കിൽ പുല്ലൊക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുളിപ്പിച്ച കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ചാണകം കലക്കി വെച്ചത് അല്ലെങ്കിൽ സ്ലറി ഏതെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും കരിയില ഇടാം, അതുപോലെ പച്ചപ്പുല്ല്, പിന്നെ വീണ്ടും അതിന് മുകളിൽ മണ്ണിടാം. പിന്നെ കഞ്ഞിവെള്ളമോ സ്ലറിയോ അല്ലെങ്കിൽ ചാണകവെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറായിട്ട് ചാക്ക് നിറയുന്ന വരെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും മുകളിലെത്തുമ്പോൾ ഒന്ന് അമർത്തി കൊടുക്കുക. മാക്സിമം അതിൽ കരിയില നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ലെയറായിട്ട് മാക്സിമം ആ ചാക്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ചാക്ക് മുകളിൽ കെട്ടി വെക്കണം. ചാക്ക് കെട്ടാനുള്ളൊരു സ്പേസ് ഇട്ട് മാത്രം നിങ്ങൾ കരിയില നിറച്ച് കൊടുക്കാം. ചാക്ക് കെട്ടി വെച്ച ശേഷം അതിൽ ചുറ്റും ഒരുപാട് ഹോൾ ഇട്ട് കൊടുക്കാം. എയർ കിട്ടുന്നതിന് ഹോളിട്ട് വേണം വെക്കാൻ. ഇത് പഴയ ചാക്കായതുകൊണ്ട് ഒരുപാട് ഹോളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഹോളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞ ശേഷം ചാക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇടയ്ക്ക് ചാക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് നല്ല കിടിലൻ കരിയില കമ്പോസ്റ്റ് ലഭിക്കും. അപ്പോൾ ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന വളങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മണ്ണൊരുക്കാൻ സമയത്ത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മുകളിൽ നേരിട്ടും ഇട്ട് കൊടുക്കാം. ഇതെല്ലാമാണ് എൻ്റെ കൃഷി രീതികൾ. നമ്മുടെ മണ്ണ് ഇതുപോലെ ആയിരിക്കണം. വെള്ളം ഒഴിച്ചാൽ കുറച്ച് സെക്കൻഡുള്ളിൽ തന്നെ ഇതുപോലെ നീർവാർച്ചുള്ള മണ്ണായിരിക്കണം. എന്നാൽ നമ്മളെ തീരെ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് വളരും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇത് 2 ദിവസം മുൻപ് റെഡിയാക്കി വെച്ചിട്ടുള്ള മണ്ണാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ചീരവിത്ത് പാകാം. അപ്പോൾ 2-3 ദിവസം നമുക്ക് നനച്ചിട്ടുകൊണ്ട് ചെറിയൊരു ഉറപ്പ് വന്നിട്ടുണ്ട് മണ്ണ്. അപ്പോൾ ഇതുപോലെ ഇത് കമ്പായിട്ട് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് മുകളിലേക്ക് നമുക്ക് ചീരവിത്ത് പാകാം. അപ്പോൾ ചീരവിത്ത് പാകുന്ന മുൻപ് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അതുപോലെ അരിപ്പൊടി, റവ, അതുപോലെ കുറച്ച് മണ്ണും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് പാകുക. അങ്ങനെ പാകുമ്പോൾ ചീരവിത്ത് കുറച്ച് അകലങ്ങളിലായിരിക്കും വീഴുക. പിന്നെ അരിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഉറുമ്പിൻ്റെ ശല്യം അത്ര നമ്മളെ ചീരവിത്തിനെ ബാധിക്കില്ല. അങ്ങനെ ചീരവിത്ത് പാകാം. അതിനുശേഷം ദിവസം 2 നേരം ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ബോട്ടിൽ ഹോളിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചീര ഇത്തിരി വലുതാവുന്ന വരെ ഈ ഒരു രീതിയിൽ നനച്ചു കൊടുക്കാം. അപ്പോൾ ദിവസം 2 നേരം നനച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല ചൂടാണ്, അപ്പോൾ ചീര പെട്ടെന്ന് ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ 3 ദിവസം മുൻപ് പാകിയിട്ടുള്ളതാണ്. ഇപ്പോൾ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ കാണാം 250 മില്ലിൻ്റെ ബോട്ടിൽ മുതൽ 2 ലിറ്ററിൻ്റെ ബോട്ടിൽ വരെ നമ്മുടെ ചുവന്ന ചീര നല്ല അടിപൊളിയായിട്ട് വളർന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇതുപോലെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ദിവസവും ചീര തോര വെച്ച് കഴിക്കാം.